السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. ആദരണീയരും ബഹുമാനരുമായ സഹോദരങ്ങളെ, ഹജ്ജിൻ്റെയും ഉംറയുടെയും നമ്മുടെ ഈ നടന്നുകൊണ്ടിരിക്കുന്ന പഠന പരമ്പരയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്, പരിശുദ്ധമായ ഹജ്ജിനാണെങ്കിലും ഉംറയ്ക്കാണെങ്കിലും നമ്മൾ പോകുമ്പോൾ നമ്മൾ ആത്മീയമായി പോകണമെന്നുള്ള കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയെന്നോണം കുറച്ചുകൂടി അതിൻ്റെ ആന്തരികമായ അർത്ഥതലങ്ങളിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്. യഥാർത്ഥത്തിൽ ഒരു ഉംറയ്ക്കോ ഹജ്ജിനോ നമ്മൾ പോകുമ്പോൾ അവിടെ ചെന്നാൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അത് ചരിത്രപരമായി ഒരുപാട് വിഷയങ്ങളുമായി ബന്ധിതമാണ്. നമ്മളുടെ യുക്തി കൊണ്ട് മാത്രം അതിനെ അളന്ന് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉത്തരം കണ്ടെത്താനോ ഒരുപക്ഷെ നമുക്ക് കഴിഞ്ഞോളണമെന്നില്ല. അവിടെയാണ് നമ്മൾ ആത്മീയമായ അതിൻ്റെ വശങ്ങളുടെ ചർച്ചകൾ ഏറെക്കുറെ പ്രസക്തമായി തീരുന്നതും. ഇവിടെ നമ്മൾ ഹജ്ജിന് അല്ലെങ്കിൽ ഉംറയ്ക്കോ പോകുമ്പോൾ അള്ളാഹുവിൻ്റെ ഒരു വിളിക്ക് ഉത്തരമായിട്ടാണ് നമ്മൾ അവിടെ കടന്നു ചെല്ലുന്നത്. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. നമ്മൾ അള്ളാഹുവിൻ്റെ ഒരു വിളിക്ക് ഉത്തരം ചെയ്യുമ്പോൾ നമ്മൾ അടിമകൾ എന്ന നിലയിൽ അള്ളാഹുവിൻ്റെ ഒരു അതിഥിയായി നമ്മൾ അവിടെ കടന്നു ചെല്ലുകയാണ്. ആ ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത്. ബഹുമാനനായ പ്രിയപ്പെട്ട സുഹൃത്ത് സയ്യിദ് അലി വാഫി നമ്മുടെ കൂടെ ഈ ഒരു ചർച്ചയ്ക്ക് നേതൃത്വം നൽകുവാൻ നമ്മുടെ കൂടെ ഉണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ വനബിയിനാ വഹബീബിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ അഖ്രിജ്നാ മിൻ ദുലുമാതിൽ വഹം വഅക്രിംനാ ബിനൂരിൽ ഫഹം വഫ്തഹ് അലൈനാ ബിമഅരിഫത്തിൽ ഇൽം വസഹിൽ അഖ്ലാഖനാ ബിൽ ഹിൽം വജഅൽനാ മിമ്മൻ യസ്തമിഊന അൽ-ഖൗല ഫയത്തബിഊന അഹ്സന. ഫിൽവാഫി സൂചിപ്പിച്ചതുപോലെ നമ്മൾ അള്ളാഹുവിൻ്റെ അതിഥികളായിട്ട് പോവുകയാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കഅബയൊക്കെ നിർമ്മിച്ച് കഴിഞ്ഞതിന് ശേഷം ജനങ്ങളെ വിളിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്, വഅദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജി യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരി യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. അഥവാ ഹജ്ജിനായി അവരെ ക്ഷണിക്കാനാണ് പറയുന്നത്. അപ്പോൾ അവരെല്ലാവരും ഈ ഒരു ഭാഗത്തേക്ക് വരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ സൂചിപ്പിച്ചതുപോലെ ബിവാദിന് ഗൈരി ദീ സറഇൻ എന്നാണ്. അന്ന് മക്കയിൽ ആരും ഇല്ലായിരുന്നു. അപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്നുണ്ട്, വമാ യബ്ലഗു സൗതി, ഞാനങ്ങനെ വിളിച്ചാൽ അവരൊക്കെ കേൾക്കുവോ? ആരും ഇല്ലല്ലോ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അലൈക്കൽ അദാൻ വ അലയ്യൽ ബലാഗ്. അത് ഇനി നോക്കേണ്ട ആവശ്യമില്ല, ഞാൻ വിളിച്ചാ മതി. ജനങ്ങൾ എത്തിക്കൽ എന്താണ്, അത് ഞാൻ ചെയ്തോളാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അങ്ങനെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നമ്മളെല്ലാവരെയും അങ്ങോട്ട് ക്ഷണിച്ചു. ആ ഒരു വിളിക്ക് ഉത്തരമായിട്ടാണ് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്, നിന്റെ വിളിക്കതാ ഞാനിതാ ഉത്തരം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഹജ്ജിന് പോകുന്നത്. അഥവാ നമ്മൾ ശരിക്കും അവിടെ അള്ളാഹുവിന്റെ ഗസ്റ്റാണ്. അങ്ങനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ രസമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഒരു ഹദീസിൽ അത് പറയുന്നുണ്ട്, വഫ്ദുല്ലാഹി അസ്സ വജല്ല സലാസത്തുൻ അൽ ഗാസി വൽ ഹാജു വൽ മുഅ്തമിറു. അള്ളാഹുവിന്റെ മാർഗത്തിൽ പടപൊരുതുന്നവര് പിന്നെ അതിഥിയാണ്. അതുപോലെ തന്നെ ഹജ്ജ് ചെയ്യുന്നവരും ഉംറ ചെയ്യുന്നവരും അള്ളാഹുവിന്റെ അതിഥികളാണ്. അപ്പൊ നമ്മൾ പോകുന്ന സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലുണ്ടാവേണ്ട കാര്യം അതാണ്. നമ്മൾ അള്ളാഹുവിന്റെ വീട്ടിലേക്ക് അള്ളാഹു ക്ഷണിച്ചിട്ട് നമ്മൾ പോവാണ്. നമ്മൾ ഭൗതികമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡേ ടു ഡേ ലൈഫിൽ ഒരു ഉദാഹരണം വെച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആരെങ്കിലും വീട് കുടിയിരിക്കലോ ഹൗസ് വാമിങ്ങോ അല്ലെങ്കിൽ മാരേജ് ഫംഗ്ഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളോട് ആദ്യം പറയും ഈ ദിവസം വന്ന്. അപ്പോൾ നമ്മൾ ഇന്ന ദിവസം പോകണല്ലോ. അപ്പോൾ വളരെ അടുത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ എന്താണ് പ്രത്യേക വസ്ത്രമൊക്കെ വാങ്ങി ഒരു അവർക്ക് ഇഷ്ടമില്ലാത്തൊന്നും അവിടെ പോയി നമ്മൾ ചെയ്യൂല, അവർക്ക് ഇഷ്ടമില്ലാത്തൊന്നും പറയില്ല. നമ്മൾ ഒരുപക്ഷെ നമ്മുടെ വ്യക്തിത്വത്തിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ പോരായ്മകളോ പാളിച്ചകളോ ഉള്ള ഒരാളാണെങ്കിൽ പോലും നമ്മൾ അതിഥിയായിട്ട് എവിടേക്കാണോ പോകുന്നത് അവിടെ നമ്മൾ പരിപൂർണ്ണമായി എക്സ്ട്രീം ആയിട്ട് നമ്മളെ പ്രസന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അതന്നെ നമ്മൾ ഇവിടെയും മനസ്സിലാക്കുക. നമ്മൾ ശരിക്കും അള്ളാഹുവിന്റെ അതിഥികളായിട്ട് അള്ളാഹു ക്ഷണിച്ചിട്ട് അള്ളാഹുവിന്റെ വീട് കാണാൻ വേണ്ടി പോവാണ്. നമ്മൾ അവിടെ എത്തിയാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ ഒരു ക്ഷണം നമുക്ക് കിട്ടി എന്നുള്ളതാണ്. ഇത് പറയുന്നവരാണ് ഒരു ചരിത്രമുണ്ട്, അലി ഇബ്നുൽ മുവഫിഖ്. അദ്ദേഹം 60 ഹജ്ജ് ചെയ്തു. പല ഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട് ഈ ഒരു വിഷയം. 60 ഹജ്ജ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിനൊരു സംശയം, എൻ്റെ ഹജ്ജൊക്കെ സ്വീകരിച്ചിട്ടുണ്ടാവുമെന്ന്. എന്നിട്ട് കിതാബിൽ പറയുന്നത്, പിന്നെ അദ്ദേഹം ഹിജ്ർ ഇസ്മായിൽ അവിടെ അങ്ങനെ കിടന്നുറങ്ങിപ്പോയി. ഈ ഒരു വിഷമത്തിൽ സ്വീകരിച്ചിട്ടുണ്ടാവില്ല എന്നുള്ള ആ ഒരു വിഷമത്തിൽ അവിടെ അങ്ങനെ അദ്ദേഹം ഉറങ്ങിപ്പോയി.
ഉറങ്ങിപ്പോയപ്പം ഒരാള് പിന്നെ സ്വപ്നത്തിൽ വന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, ഹൽ തദൂ ഇലാ ബൈതിക ഇല്ലാ മൻ തുഹിബ്ബു, നീ ഇഷ്ടപ്പെടുന്നവരെ അല്ലാതെ മറ്റൊരാളെ അല്ലെ നീ വെറുക്കുന്ന ഒരാളെ നീ നിന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുമെന്ന്. അത് ഭയങ്കര ഒരു ടച്ചിങ് ആയിട്ടുള്ളൊരു വാക്കാണത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ മക്കയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ, ഹജ്ജിനായാലും ഉംറക്കായാലും നമ്മൾ മക്കയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ക്ഷണം നമുക്ക് ലഭിച്ചു എന്നുള്ളതാണ്. ആ ഒരു തൗഫീഖ് നമ്മൾക്കുണ്ടായി. അങ്ങനെ ആ ഒരു അള്ളാഹുവിന്റെ ക്ഷണം സ്വീകരിച്ച് അള്ളാഹുവിന്റെ അതിഥിയായിട്ട് നമ്മൾക്ക് അവിടെ എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം. നമുക്ക് ക്ഷണം കിട്ടിയിട്ടുണ്ട്, ഇനി അത് മുതലാക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾക്കാണ്. അത് മാന്യമായി കൈകാര്യം ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. നമ്മൾ പരമാവധി ആ ഒരു അവസരം യൂട്ടിലൈസ് ചെയ്ത് അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ, നമ്മളിപ്പോൾ കല്യാണത്തിന് പോയാലും അവിടെ നിന്നാണ് നമ്മൾ അവരെ ആതിഥേയത്വം സ്വീകരിച്ച് അവിടെ എത്തിയാലും നമ്മൾ പരമാവധി മാക്സിമം നമ്മളെ പ്രസന്റ് ചെയ്യാൻ പോകും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുദിനാണ് നമ്മൾ അങ്ങോട്ട് ക്ഷണിച്ചത്, അള്ളാഹുവിന്റെ ഭവനാണത്. അവിടെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നമ്മളെ ക്ഷണിക്കുന്നത് തന്നെ, യാ അയ്യുഹന്നാസ് അലാ ഇന്ന റബ്ബക്കും ഖദ് ബനാ ബൈതൻ വകതബ അലൈക്കുമുൽ ഹജ്ജ ഇലൽ ബൈത്ത് ഫഅജീബു റബ്ബക്കും. ഓ ജനങ്ങളെ, പടച്ചവൻ നിങ്ങളുടെ നാഥൻ നിങ്ങളുടെ രക്ഷിതാവിത ഒരു ഭവനം നിർമ്മിച്ചിരിക്കുന്നു, ആ ഭവനത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഫഅജീബു റബ്ബക്കും, ആ ഒരു രക്ഷിതാവിന് നിങ്ങൾ ഉത്തരം നൽകൂ. അപ്പോൾ ആ ഒരു അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വീട് പണിത്, ഒരു ഹൗസ് വാമിംഗ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമെന്ന് അറിയില്ല, ആ രീതിയിലൊക്കെ പോലെ ആ വീട്ടിലേക്ക് നമ്മൾ ക്ഷണിക്കുകയാണ്. അങ്ങനെ നമ്മൾ അവിടെ പോവുക. ആ വീടിനെ കുറിച്ച് പറഞ്ഞത് ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത്ത് മുബാറക്കും വഹുദൽ ലിൽ ആലമീൻ, മുബാറക്കായിട്ടുള്ള അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് നിർമ്മിച്ച ഒരു ഭവനത്തിലേക്ക് അള്ളാഹുവിന്റെ അതിഥികളായിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ അവിടെ എത്തിയാൽ നമ്മൾ ഫസ്റ്റ് കണ്ടുടനെ നമ്മളുടെ മനസ്സിലുണ്ടാവേണ്ട, അള്ളാഹ് പഠിച്ചവൻ എൻ്റെ ഒരു വീട്ടിലേക്ക് എനിക്കിതാ എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ടല്ലോ. ആ ഒരു വല്ലാത്തൊരു ഫീലിംഗ് നമ്മൾക്ക് ഉണ്ടാവണം. അതുകൊണ്ടാണ് കഅബ കണ്ട ഉടനെയുള്ള പ്രാർത്ഥന ഉത്തരമുണ്ട് എന്ന് ലഭിക്കുമെന്ന് ഉറപ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മാത്രവുമല്ല, ഈലാഹില് നബി ഇമാം ഒരു കഥ പറയുന്നുണ്ട്. ഒരു സ്ത്രീ മക്കയിലെത്തി, അങ്ങനെ ചോദിച്ചു, അയിന ബൈത്തുള്ള, എവിടെ അള്ളാഹുവിന്റെ വീട് എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ കഅബ കണ്ടു. കഅബ കണ്ടപ്പോൾ ആ ഒരു വല്ലാത്തൊരു ഫീലിങ്ങില് അവരെ കഅബിന്റെ അവിടെ പോയിട്ട് കെട്ടിപ്പിടിച്ചു. പിന്നെ അവിടെ മരിച്ചുപോയി എന്നാ പറയുന്നത്. അപ്പോൾ ഇന്നൊക്കെ പറയാം, നമുക്ക് ആ കണ്ട ഒരു സന്തോഷം കൊണ്ട് ഹാർട്ട് അറ്റാക്ക് ആയി പറയുന്നത് പോലെ നബി ഇമാം പറയുന്ന ഉൾക്കൊണ്ടു എന്നുള്ളതാണ്. ഇപ്പോ ഒരു വ്യക്തിപരമായിട്ടൊരു പേഴ്സണലി ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഒരു ദിവസം എന്റെ വല്യമ്മ നിസ്കരിക്കുന്ന സന്ദർഭത്തില് മുസല്ലയില് പല മുസല്ലയില് മക്കന്റെ ഇതുണ്ടാവുമല്ലോ, അതിന്റെ പിക്ചർ ഉണ്ടാവുമല്ലോ. അപ്പൊ അവര് മുസല്ല ഇങ്ങനെ മടക്കിയാണ് വെച്ചത്, മക്ക കാണാതിരിക്കാൻ വേണ്ടിട്ട്. അപ്പോ അന്ന് ഞാൻ ചോദിച്ചപ്പോ എന്തിനാണ് ഇങ്ങനെ മടക്കി നിസ്കരിക്കുന്നത് ചോദിച്ചപ്പോൾ പറഞ്ഞ്, ഈ മക്ക കണ്ടാല് എന്റെ മനസ്സിലേക്ക് വേഗം അവിടെ ഉള്ള അതൊക്കെയാണ് മനസ്സിലേക്ക് വരിക. അപ്പൊ നിസ്കാരമൊക്കെ അള്ളാഹു മരിച്ചുപോയി, അള്ളാഹു ഹജ്ജ് ചെയ്യാനും ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാല് ആ ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആ ഒരു നമ്മൾക്ക് ഹജ്ജിന് പോകുന്ന സന്ദർഭത്തിൽ ഉണ്ടാക്കണം. നമ്മൾ അള്ളാഹുവിന്റെ അതിഥികളായിട്ട് അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് പോവുകയാണെന്ന്. അതെ, അത് അള്ളാഹുവിന്റെ അതിഥികൾ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞൊരു വിഷയം, ശരിക്കും ഇത് നമ്മൾ ആദ്യത്തെ 1-2 എപ്പിസോഡിൽ ചർച്ച ചെയ്തിട്ടുള്ള ഇതിന്റെ ആത്മീയ വശത്തോട് ചേർത്ത് വെക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ശരിക്കും പറഞ്ഞാല് നമ്മൾ അതിഥിയാണ് എന്നുള്ളത് മനസ്സിൽ ഉൾക്കൊണ്ടാൽ മാത്രമേ നമുക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ടാവുള്ളൂ. അപ്പൊ മാത്രമേ നമുക്ക് ഇത് പൂർണ്ണമായിട്ട് ആ ഒരു ഫീലിങ്ങോട് കൂടി നമുക്ക് ചെയ്യാനും പറ്റും. ഗസാലി ഇമാമിന്റെ ഒരു വാക്കുണ്ട്, ഇഹ്യാ ഉലൂമുദ്ദീൻ പറയുന്ന, മറ്റുള്ള ചില പണ്ഡിതന്മാർ ഉദ്ധരിച്ച് അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ്, തകൂനു ഫീ ബലദിൻ വഖൽബുക മുഷ്താഖുൻ ഇലാ മക്ക. നീ വേറെ ഏതെങ്കിലും ഒരു നാട്ടിലാവുകയാണ്, പക്ഷെ നിന്റെ ഹൃദയം മൊത്തം മക്കയാണ്. ഇപ്പോ ഇന്ത്യയിലോ UAE-യിലോ എവിടെയോ ആയിരിക്കും, പക്ഷെ ഹൃദയത്തിൽ മൊത്തം മക്കയാണ്. അല്ലെങ്കിൽ എന്റെ ഹൃദയം കൊണ്ട് നീ മക്കയിലാണ്. ഇങ്ങനത്തെ വ്യക്തികളാണ് ചിലരുണ്ടാകും. സുദീർഘമായിട്ടുള്ള ഒരു ഹദീസാണ്. ചിലരുണ്ടാകും, അവര് മക്കയിലായിരിക്കും, മഖാം ഇബ്രാഹിമിലായിരിക്കും, അല്ലെങ്കിൽ ഹിജ്ർ ഇസ്മായിലായിരിക്കും, പക്ഷെ അവരുടെ മനസ്സെന്തായിരിക്കും വേറെ എവിടെ ആയിരിക്കും. അതിലേറെ നല്ലത് വേറെ എവിടോ ആയിട്ട് മനസ്സ് മക്കയിലാവുന്നതാണെന്ന് മഹാനായ ഗസാലി റഹ്മത്തുള്ളാഹി. ശരീരം കൊണ്ട് ലോകത്തിന്റെ എവിടെയാണെങ്കിലും മനസ്സുകൊണ്ട് മക്കയിലാവുന്നതാണ്. ശരീരം കൊണ്ട് മക്കയിലാവുകയും മനസ്സുകൊണ്ട് വേറെ എവിടെയോ ആവുന്നതിനേക്കാൾ നല്ലത്. മനോഹരമായിട്ടുള്ള ഒരു കോട്ടിംഗ് ആണ്. ഇവിടാണ് നേരത്തെ താങ്കൾ പറഞ്ഞ കഴിഞ്ഞ മുബാറക്കിന്റെ ചരിത്രം പ്രസക്തമാകുന്നത്. അദ്ദേഹം മക്ക സന്ദർശിച്ചിട്ടില്ല, പക്ഷെ അന്ന് മക്കയിൽ എത്തിയ പലരെക്കാളും കൂടുതൽ
കൂലി, അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള പ്രതിഫലം ലഭിച്ചത് അദ്ദേഹത്തിനാണ്. അപ്പോ നമ്മളെ മനസ്സ് മക്കയിലെത്തുന്നത്, നമ്മൾ ഇതുവരെ പറയുന്നത് മൊത്തം അതാണ്, നമ്മുടെ മനസ്സ് മക്കയിലെത്തുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും പ്രധാനം. അതുകൊണ്ടാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇഹ്യാ ഉലൂമുദ്ദീൻ തന്നെ പറയുന്നുണ്ട്, ഹജ്ജ് കഴിഞ്ഞാല് എല്ലാരെയും മറ്റു നാട്ടിൽ നിന്ന് വന്നവരോടൊക്കെ പോകാൻ പറയുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മൾ അവിടെ നിൽക്കുകയാണെങ്കിൽ നമ്മൾക്ക് അതിനോടുള്ളൊരു ഹുർമത്ത് നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ട്. നമ്മളൊരു കാര്യം കൂടുതലായിട്ട് ഇങ്ങനെ കാണുകയാണെങ്കിൽ നമുക്ക് എന്താവില്ല, ഒരു ഫസ്റ്റ് കാണുന്ന ഒരു ഫീലിംഗ്, ആദരവും ബഹുമാനവും ചിലപ്പോൾ നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ട്. മാത്രമല്ല അവിടെ ഇപ്പൊ ഖുർആൻ പറയും വമൻ യുരിദ് ഫീഹി ബിൽഹാദിൻ ബിളുൽമിൻ നുദിഖു മിൻ അദാബിൻ അലീം. അവിടെ വമൻ യുളിം എന്ന് പോലും അല്ല, വമൻ യുരിദ് ഫീഹി ബിൽഹാദിൻ ബിളുൽമിൻ, ആരെങ്കിലും തെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ നുദിഖു മിൻ അദാബിൻ അലീം, അവന് വേദനാജനകമായിട്ടുള്ള ശിക്ഷ ഉണ്ടായിരുന്നു. നമ്മളിപ്പോ അത് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോ ഇഹ്യാ ഉലൂമുദ്ദീൻ തന്നെ പറയുന്നത്, അയാ അഹ്ല ഷാം ഷാമുക്കും വയാ അഹ്ല ഷാം ഷാമുക്കും വയാ അഹ്ലൽ ഇറാഖ് ഇറാഖുക്കും. സുദീർഘമായിട്ടുള്ള ഒരു ഇതാണ്, ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖൗലാണ്. ഷാമിൽ നിന്ന് വന്നവരെ നിങ്ങൾ ഷാമിലേക്ക് പോയിക്കോളൂ, ഇറാഖിൽ നിന്ന് വന്നവരെ ഇറാഖിലേക്ക് പോയിക്കോളൂ, വയാ അഹ്ലൽ യമൻ യമനുക്കും, യമനിൽ നിന്ന് വന്നവരെ നിങ്ങൾ യമനിലേക്ക് തന്നെ പോയിക്കോളൂ. അതിന്റെ കാരണം ഇഹ്യാ ഉലൂമുദ്ദീൻ പറയുന്നതാണ്, നമ്മൾ അവിടെ കൂടുതൽ നിന്നാൽ നമുക്ക് ആ ഒരു ഹുർമത്ത് എന്താണ് നഷ്ടപ്പെടാനും അതിഥിയായിട്ട് വന്ന പിന്നെ നമ്മള് ആ രീതിയിൽ നോക്കുന്ന ഇത് വളരെ പ്രസക്താണ്. കാരണം നമ്മൾ അവരെ വെറുപ്പിക്കാൻ പാടില്ല. ചെന്ന് കഴിഞ്ഞാല് അതിഥിയായി നിൽക്കേണ്ട ഒരു സമയപരിധിയൊക്കെ ഉണ്ടല്ലോ, കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോരുക എന്നുള്ളത് തന്നെയല്ലേ. അതെ, അപ്പോ നമുക്ക് ഇനിയിപ്പോ അവിടെ എത്രയും നിൽക്കാന്ന് അതേപോലെ അതിഥിയത്തിന്റെ കാര്യം നമ്മളിപ്പോ നമ്മൾ ഈ എപ്പിസോഡിൽ മെയിനായിട്ട് ചർച്ച ചെയ്യുന്നത് എന്താണ്, അള്ളാഹുവിന് അതിഥിയായി നമ്മൾ പോവുക എന്നുള്ളതാണല്ലോ. അപ്പം ഈ ഒരു ഹിയയിലെ പിന്നെ ഗസാലി ഇമാമിന്റെ ആ ഒരു കോട്ടിങ്ങും കൂടി നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ നമ്മൾ മറ്റേതായാലും അങ്ങനെ പറയണമെന്നില്ല, നമുക്ക് എത്ര അവിടെ നിൽക്കാം. പക്ഷെ എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു വിഷയം നമ്മൾ ഇത് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്നാവാൻ പാടില്ല, ഒരിക്കലും അതിനോടുള്ള ഹുർമത്ത് നഷ്ടപ്പെടാൻ പാടില്ല. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അത് നമ്മൾ വളരെ കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇത് പിന്നെ കഅബ കാണുമ്പോൾ നമ്മൾക്ക് ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ കഅബയുടെ പിന്നെ ഹജറുൽ അസ്വദ്, അതിൽ കാണുന്ന ഹജറുൽ അസ്വദ്, ഈ ഹജറുൽ അസ്വദും പിന്നെ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ കാണാം. ഇപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രശസ്തമായിട്ടുള്ള ഇതും ഇഹ്യാ ഉലൂമുദ്ദീൻ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രശസ്തമായിട്ടുള്ള ഒരു ഹദീസാണ്, എല്ലാവരും അറിയുന്ന ഒരു ഹദീസാണ്. ഖബ്ബലൽ ഹജറ സുമ്മ ഖാൽ ഇന്നി ലഅഅലമു അന്നക ഹജറുൻ ലാ തദുറു വലാ തൻഫഅ, നീ ഒരു ഉപകാരവും ഉപദ്രവവും ചെയ്യാത്ത കേവലം ഒരു കല്ല് മാത്രമാണെന്ന് എനിക്കറിയാം. വലൗല അന്നി റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്ബല ലമാ ഖബ്ബൽതുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുന്നത്, ഈ ഒരു കല്ലിന് മുത്തുന്നത് ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കല്ലിനോട് പറയാണ് മുത്തുന്നത് ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ മുത്തൂലായിരുന്നു എന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞപ്പോ അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇല്ല, അതെന്താണ് യളുറു വയൻഫഉ, അത് പിന്നെ മനുഷ്യന് ഉപകാരവും ഉണ്ടാക്കും, അതുപോലെ തന്നെ മനുഷ്യന് പ്രയാസവും ഉണ്ടാക്കുന്നു. അപ്പൊ അതെങ്ങനെയാണ് എന്ന് അലി റളിയല്ലാഹു തആല അവിടെ വിശദീകരിച്ചു കൊടുത്തു. കാരണം നമ്മളോടൊക്കെ അല്ലാഹു ഒരു ഉടമ്പടി എടുത്തിട്ടുണ്ട്. വൈദ ഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ളുഹൂരിഹിം ദുർരിയതഹും വഅശ്ഹദഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബിക്കും ഖാലൂ ബല ഷഹീദിന, അന്ന് നമ്മളോട് ഞാനല്ലേ നിങ്ങളുടെ റബ്ബ് എന്ന് ചോദിക്കുന്നുണ്ട്. ഈ ഒരു ഉടമ്പടി നമ്മൾ പണ്ഡിതന്മാരൊക്കെ പറയുന്നത്, ഈ ഒരു ഉടമ്പടി നമ്മൾ പൂർത്തീകരിക്കുകയാണ്. നമ്മൾ അവിടെ യമീനുല്ലാഹി ഫിൽ അർള്, അള്ളാഹുവിന്റെ ആ ഒരു യമീനാണ്. നമ്മൾ അവിടെ പോയിട്ട് എന്താണ് പടച്ചവനോട് പറയാണ്, നീ ഞങ്ങളോട് ചെയ്ത ഉടമ്പടി ഞങ്ങൾ ഇതാ സ്വീകരിക്കുന്നു. നമ്മൾ ബയ്യത്ത് ചെയ്യുന്നത് പോലെ, കൈ പിടിച്ച് ബയ്യത്ത് ചെയ്യുന്ന പോലെ നമ്മൾ ഹജറുൽ അസ്വദ് പോയി പറയാണ്. എന്നിട്ട് നാളെന്താണ് ഹജറുൽ അസ്വദ് നമുക്ക് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും സാക്ഷി നിൽക്കും. അതും അലി റളിയല്ലാഹു തആല അൻഹു തന്നെ ആ ഒരു അതിന്റെ തുടർച്ചയിൽ പറയുന്നുണ്ട്. വയഷ്ഹിദു അലൽ കാഫിരി ബിൽ ജുഹൂദി ഫഹുവ യഷ്ഹദു ലിൽ മുഅ്മിനി ബിൽ വഫാഇ, മുഅ്മിനാണെങ്കിൽ ഇവൻ എന്നോട് കരാർ ചെയ്ത് പൂർത്തീകരിച്ചിട്ടുണ്ട്, അത് ആ കരാർ അത് അതേപോലെ പാലിക്കുകയും ചെയ്തിട്ടുണ്ട്. കാഫിരീങ്ങളാണെങ്കിൽ കരാർ ചെയ്തിട്ടില്ല എന്ന് സാക്ഷി നിൽക്കുകയും ചെയ്യുമെന്ന് ഹജറുൽ അസ്വദ് പറയുമെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ എന്താവണം, അവിടെ പോകുന്ന സന്ദർഭം അള്ളാഹുവിന്റെ അതിഥിയായിട്ട് മക്കയിൽ കരാർ പൂർത്തീകരിക്കണം എന്ന് പറയുമ്പോ പിന്നെ അല്ലെങ്കിൽ ആ ഒരു പിന്നെ അള്ളാഹുമായുള്ള കരാറിന്റെ പൂർത്തീകരണമാണെന്ന് പറയുമ്പോൾ നമ്മൾ അതിന് കൂടെ ചേർത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ പലപ്പോഴും ഹജറുൽ അസ്വദ് മുത്താൻ വേണ്ടിയിട്ട് ഇതിനിടയിൽ ആളുടെ നമ്മളതിലേക്ക് പിന്നെ ചർച്ച ചെയ്യുന്ന വിഷയം, എന്നാൽ പോലും ഇതിന് കൂടെ ആഡ് ചെയ്ത് പറയാണ്, ആ സമയത്ത് നല്ല തിരക്ക് എല്ലാ സമയത്തും അവിടെ അനുഭവപ്പെടാറുണ്ട് പൊതുവെ ഹജറുൽ അസ്വദിന്റെ സ്ഥലത്ത്.
പലരും ഒരുപക്ഷെ ശരീരം നല്ല ബലവും പുഷ്ടിയും ഒക്കെ ഉള്ള ആളുകൾ അവിടെ വിജയിക്കാറാണുള്ള പതിവ്. അപ്പൊ അതിനിടയിൽ നമ്മൾ ആരെങ്കിലുമൊക്കെ പോയിട്ട് മുത്താൻ വേണ്ടി ശ്രമിച്ച് അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അവിടെ മുത്തുക എന്നുള്ളതിനേക്കാൾ സുരക്ഷിതത്വത്തോടുകൂടി ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. മാത്രമല്ല അത് വലിയൊരു തെറ്റിദ്ധാരണയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഈലായിൽ നബീമാം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, തിരക്കുണ്ടായി ആ സ്ത്രീയും പുരുഷനും കൂടി ഇങ്ങനെ പോയി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഹറാമാണ് എന്ന് തന്നെ പറയുന്നുണ്ട്. അത് അവിടെ പോയി മുത്തുന്ന കാണുന്നവരെ നമുക്ക് മനസ്സിലാവും യാതൊരു എന്താ പറയാ സ്ത്രീയും പുരുഷനും ഒരിത്. കാരണം നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞത് എന്താണ്, അവിടെ പോയി അത് മുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ മുത്തുക, ഇനി പറ്റുന്നില്ലെങ്കിൽ കൈ ഉയർത്തി കാണിക്കാനേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതിലപ്പുറം പോയിട്ട് അവിടെ ആണും പെണ്ണും പാളം വെച്ച് തിക്കും തിരിക്കും കൂടി അതെന്തല്ല, അതൊരിക്കലും ഇസ്ലാമിന്റെ ഒരു അന്തസത്തക്ക് ചേരുന്നതല്ല. അത് പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത്. പിന്നെ മറ്റൊന്ന്, നമ്മളവിടെ തവാഫ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കഅബയുടെ തൊട്ടപ്പുറത്തുള്ള മഖാമ ഇബ്രാഹിം, അത് നമ്മളോട് പറയുന്നത് ശരിക്കും മഖാമ ഇബ്രാഹിമിന്റെ അത് അവിടെ ചിലർക്ക് പലർക്കും അത് എന്താണെന്ന് അറിയില്ല. അത് ഒരു ചില്ലുകൂടിന്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ ഒരു കല്ലുണ്ട്, ഒരു പക്ഷെ കല്ല് നമ്മൾ അത്ര ക്ലിയർ ആയിട്ട് കാണൂല. പക്ഷെ അത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നിന്നൊരു കാൽപാദാണ്, കാൽപാദം പതിഞ്ഞൊരു കല്ലാണ്. അത് പടവുന്ന സമയത്ത് അത് നമ്മളോട് പറയുന്നത്, നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ അങ്ങേയറ്റം താല്പര്യത്തോട് കൂടിയിട്ട് ഇഷ്ടത്തോട് കൂട്ടിയിട്ട് എത്രത്തോളം വ്യക്തമായിട്ട് പൂർണ്ണമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ നമ്മളത് ചെയ്യണം. അപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഇത് പണിയാൻ വേണ്ടി പറഞ്ഞ സന്ദർഭത്തിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ ആ ഒരു ഉയരെത്തിയാൽ നിർത്തായിരുന്നു. പക്ഷെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മകനായിട്ടുള്ള ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞ് ഒരു കല്ലും കൂടി കൊണ്ടുവരുന്നു. അങ്ങനെ കല്ല് വെച്ച് അതിന്റെ പുറത്ത് കയറി. പിന്നെ എന്താണ്, ആ ഒരു ഇഷ്ടം കൊണ്ടാണ്. അല്ലെങ്കിൽ എന്താണ് പഠിച്ചവൻ പറഞ്ഞത് എന്താ വെച്ചാൽ അതനുസരിച്ച് എന്താക്കായിരുന്നു, കടമ നിർവഹിക്കാൻ വേണ്ടി ചെയ്യായിരുന്നു. അപ്പൊ ഇപ്പൊ നമ്മൾ ഈ മൊത്തത്തിൽ ക്ലാസ് പറഞ്ഞത്, നമ്മൾ ഒന്നാമത് ഈ ഒരു എപ്പിസോഡിൽ പറഞ്ഞത് ഒന്ന്, നമ്മൾ അള്ളാഹുവിന്റെ അതിഥികളായിട്ടാണ് പോകുന്നത്. പിന്നെ അവിടെ എത്തി ഹജ്ജുൽ അസ്വദ് മുത്തുന്ന സന്ദർഭത്തിലാവട്ടെ, കഅബ കാണുന്ന സന്ദർഭത്തിലാവട്ടെ, പിന്നെ അതേപോലെ തന്നെ മഖാം ഇബ്രാഹിം കാണുന്ന സന്ദർഭത്തിലാവട്ടെ, ഇതൊക്കെ കാണുന്നത് നമ്മൾക്ക് മനസ്സിലുണ്ടാവേണ്ട ഒരു വികാരമാണ്. ഈ ഒരു വികാരക്ക് അതിന്റെ പൂർണ്ണതയിൽ നമ്മൾ അനുഭവിച്ചറിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് അതുപോലെ ആവുകയും ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് അതിന്റെ ഒരു ലദ്ദത്ത്, അതിന്റെ ഒരു ടേസ്റ്റ്, ഹജ്ജിന്റെ ഉംറന്റെ ഒരു ടേസ്റ്റ് കിട്ടുകയും ചെയ്യുക. അത് ഇതൊന്നും മനസ്സിലാക്കാതെ എന്തിനോ പോയി തവാഫ് ചെയ്തു, പിന്നെ മുത്താൻ പറഞ്ഞപ്പോ മുത്തി, സഅയ് ചെയ്യാൻ പറഞ്ഞ സഅയ് ചെയ്തു. അതിനൊരു അന്തസത്ത, അത് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. അതിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. നമുക്ക് മൊത്തത്തിൽ ഇൻഷാ അല്ലാഹ് നമ്മളുടെ ഈ ഒരു 3 എപ്പിസോഡിൽ ആത്മീയമായി നമ്മൾ ഹജ്ജിനും ഉംറയ്ക്കും പോകണം എന്നുള്ള ആ ഒരു തലത്തെ കൃത്യമായി നമ്മൾ വരച്ചു കാണിക്കുന്ന ഒരു എപ്പിസോഡാണ് ഇപ്പോൾ ഇതും ഇതിനു മുമ്പും നമ്മൾ നടത്തിയത്. എനിക്ക് തോന്നുന്നു നമ്മൾ പലപ്പോഴും ഉംറയെക്കുറിച്ചും അല്ലെങ്കിൽ ഹജ്ജിനെ കുറിച്ചും ഒക്കെയുള്ള ക്ലാസ്സുകൾ പൊതുവെ ഉണ്ടാവാറുണ്ട്, പ്രഭാഷണങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ ഒരു മേഖല ഇത്രത്തോളം കുറച്ചുകൂടി കൂടുതലായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നതായിട്ട് കാണാറില്ല. നമ്മളതിന്റെ ഫിഖ്ഹിയായ വശങ്ങൾ അല്ലെങ്കിൽ അതിന്റെ കർമ്മശാസ്ത്രപരമായിട്ടുള്ള വിഷയങ്ങളും ചരിത്ര പ്രാധാന്യവും ഒക്കെ പലപ്പോഴും പല ആളുകളും പറയാറുണ്ടെങ്കിലും ഈ ഒരു വിഷയത്തെ ഇത്രയും കൂടുതലായിട്ട് ഒരു വിശകലനത്തിന് വിധേയമാക്കിക്കൊണ്ടുള്ള ചർച്ചകളൊന്നും പൊതുവെ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ കുറിച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ ഈ 3 എപ്പിസോഡുകളിലായിട്ട് ഈ വിഷയം പ്രതിപാദിച്ചത്. അതുകൊണ്ട് വളരെ ബേസിക് ഇതാണ്, അല്ലെങ്കിൽ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഫൗണ്ടേഷൻ ഇതാണ്. ഇതിന്റെ മുകളിൽ നമ്മൾ ചെയ്തതുകൊണ്ട് മാത്രമേ നമ്മുടെ ഹജ്ജാണെങ്കിലും ഉംറയാണെങ്കിലും അതുകൊണ്ട് കാര്യമുള്ളൂ എന്ന് മനസ്സിലാക്കുക. അതാണ് അടിസ്ഥാനം. അള്ളാഹു അത് മനസ്സിലാക്കി ഓരോ കർമ്മങ്ങളും ചെയ്യുവാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.